Hi guys, welcome back to my YouTube channel and പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചിത്രം വരക്കാനാണ്, അല്ലെങ്കിൽ എന്റെ ഒരു കഴിവിനെ പുറത്തെടുക്കാനാണ്. അതെ, ഈ വര എന്ന് പറയുന്ന കഴിവ്. ഈ ഒരു വര അല്ലെങ്കിൽ ഈ ഒരു ചിത്രം നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെടും, എത്രത്തോളം ആകർഷണീയമാകും എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എങ്കിലും എന്റെ ഒരു ട്രൈ ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെന്നും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് കമന്റ് ചെയ്യാൻ നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ബിക്കോസ് അതിനനുസരിച്ചിട്ടാണ് എന്റെ അടുത്ത വീഡിയോ വരുന്നത്. സോ നിങ്ങളുടെ സപ്പോർട്ടും എല്ലാവും ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് കടക്കുകയാണ്. അതിനു മുന്നേ നമ്മൾ ഏത് ചിത്രമാണ് വരയ്ക്കുന്നത് എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു തയ്യാറെടുപ്പ് വേണം. അപ്പൊ ഞാൻ ഇപ്പൊ വരാം. പൊതുവെ എനിക്ക് സാങ്കല്പിക ശക്തി കുറച്ച് കുറവാണ്. സോ എന്തും നോക്കി വരയ്ക്കാനാണ് എനിക്ക് താല്പര്യം. അങ്ങനെ എനിക്ക് അറിയുള്ളൂ. അതുകൊണ്ടാണ് ആ ഒരു കാര്യത്തിൽ ഞാൻ ഇച്ചിരി താല്പര്യം പ്രകടിപ്പിക്കുന്നത്. പിന്നെ ഈ സാങ്കല്പിക ചിത്രം നമ്മളിപ്പോ മനസ്സിലെ അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടതിന് ശേഷം അത് ഓർത്ത് ധരിക്കുക എന്ന് പറയുന്നത് എനിക്ക് വളരെ വളരെ ടാസ്ക് പിടിച്ച കാര്യമാണ്. ഞാൻ ഇതുവരെ ശ്രമിച്ചിട്ടില്ലതായിരുന്നു. അതാണ് സത്യം. സോ ഒരുപാട് റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ അധികം എന്താണോ കാണുന്നത് അത് ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നോക്കി വരക്കാൻ ശ്രമിക്കാറ്. ചില പാമ്പടികളൊക്കെ പറ്റാറുണ്ട്, സ്വാഭാവികം. ഏതൊരു വരക്കുന്ന ആൾക്കാരാണെങ്കിലും ഏതൊരു കലയുടെ രൂപ മെച്ചപ്പെടുത്തുന്ന ടൈമിലാണെങ്കിലും ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് സ്വാഭാവികമാണ്. അതിനും അതങ്ങനെ അല്ലേ. അപ്പൊ അതങ്ങനെ ആയിട്ട് എടുക്കുക. അതായത് ഞാനിപ്പോഴും കൺഫ്യൂസ്ഡ് ആണ് ഏത് ചിത്രമാണ് വരയ്ക്കുന്നത്. തപ്പി 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 ഒടുവിൽ നമ്മൾ കിട്ടുമായിരിക്കും. കിട്ടാണ്ട് അവിടെ പോവാൻ കുറച്ച് ടാസ്ക് പരിപാടിയാണ്. ഒട്ടകത്തെ സാധനം ഒരെണ്ണം പോലും കിട്ടുന്നില്ല ഗായ്സ്. ഇത് നല്ലൊരു ചിത്രമാണല്ലേ, പക്ഷെ ഈ ഇല വരയ്ക്കുന്നത് വൃത്തിയായിട്ട പരിപാടിയാണ്. ഐ തിങ്ക് നമുക്ക് കുറച്ചും കൂടി മാറ്റി പിടിക്കാം. എവിടെ പോയി ഒരു ചിത്രം പോലും കാണുന്നില്ല. നമ്മൾ ചിത്രങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ പിന്നൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മളെ കൊണ്ട് വരക്കാൻ പറ്റും എന്നുള്ള രീതിയിലുള്ള ചിത്രങ്ങളായിരിക്കാം. ഇല്ലാണ്ട് വെറുതെ കണവണ പറഞ്ഞിട്ടറിയാലോ. എനിക്ക് ഈ ചിത്രം എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ടു. ഭയങ്കര സിമ്പിളും ആയിട്ടുണ്ട് ആൻഡ് നല്ല കാണാൻ കുറച്ച് ക്യൂട്ടാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് തന്നെ വരയ്ക്കാം. ഓക്കെ, അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടോടു കൂടി തന്നെ ഞാൻ ഇത് വരയ്ക്കാൻ പോവാണ്. എത്രത്തോളം ആവോ എന്തോ, എന്നാലും നമുക്ക് വരക്കാം. അപ്പൊ നമ്മൾ വരക്കാൻ പോണേ. അപ്പൊ നമ്മളെ ചിത്രം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇതിന് നമുക്കൊന്ന് എന്താ പറയാ കുറച്ചും കൂടി ഡാർക്കനാക്കിയിട്ട് നമുക്ക് ഫൈനൽ സ്റ്റേജിലോട്ട് കിടക്കാം. അതിനുവേണ്ടി നമ്മൾ ഈ ഒരു പെന്നാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, നമുക്കൊന്ന് ജസ്റ്റ് ഡാർക്കൻ ചെയ്യാം.
നമ്മളുടെ ഡാർക്കനിങ് പോർഷൻസ് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ ചിത്രം. എങ്ങനെയുണ്ട് ഗായ്സ്? നിങ്ങളിതൊന്ന് 10ൽ എത്ര കൊടുക്കുന്നുണ്ട് എന്ന് എനിക്ക് കമന്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഈ പെൻസിലിന്റെ ഷെയ്ഡ് ഞാൻ പെന്നിൽ ഇതാക്കുന്നില്ല, കാരണം ചിലപ്പോൾ ഇത് ഓവർ ആയിപ്പോകും. സോ ഇതിപ്പോ ഇങ്ങനെ കാണാനാണ് നല്ല ഭംഗിയുള്ളത്. സോ ഇതിന് ഔട്ട് ഓഫ് 10ൽ നിങ്ങൾ എത്ര കൊടുക്കുന്നുണ്ടെന്ന് എനിക്കൊന്ന് കമന്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ബൈ ബൈ ഗായ്സ്. അതുപോലെ ഞാൻ വരച്ചിട്ടുള്ള മറ്റൊരു ചിത്രം കൂടിയാണ് കേട്ടോ ഇത്. എങ്ങനെയുണ്ട്? നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഇല വരക്കല് കുറച്ച് ടാസ്ക് ആണെന്ന്. സത്യം പറഞ്ഞ ടാസ്ക് തന്നെയാണ് ഇത്. പിന്നെ ഒരു മൂഡ് വന്നപ്പോ വരച്ചതാണ്. എപ്പോഴും ഇങ്ങനെ ശരിയാവണമെന്നൊന്നും ഇല്ല കേട്ടോ. ഇതിപ്പം ആദ്യം വരച്ചതിന്റെ വേറൊരു വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇതാണ് അടുത്തൊരു ചിത്രം. അപ്പോ ഞാൻ വരച്ചത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് ഇടാട്ടോ. പിന്നെ ഞാൻ ആദ്യം വരച്ചിട്ടുള്ള ചിത്രത്തിന് നിങ്ങൾ 10ൽ എത്ര കൊടുക്കുന്നുണ്ടെന്നും പറയണം. ഓക്കെ, അപ്പം ബൈ ബൈ ഗായ്സ്.